യേശുവിനെ ഉറക്കാൻ ശ്രമിക്കുന്ന ചിറ്റയാണ് നിങ്ങൾ കാണുന്നത്. ഓ ഓ ഓ ചോറൊക്കെ ഉണ്ടിട്ട് രണ്ട് കൊച്ചന്മാരും അവന് കിടക്കാൻ ഇടയില്ല. രണ്ടുപേരും കിടക്കുവാണ്. ഇത് കണ്ടോ, വെട്ടിയിട്ട വായത്തണ്ട് പോലെ കിടക്കണ കിടപ്പ് കണ്ടോ. അമ്മയായിരിക്കും നിങ്ങളെ നോക്കുന്നത്. അമ്മ ചോറ് വിളമ്പുവാണ്. പിന്നെ എന്നാ കറിയെ നോക്കിയാൽ നമുക്ക് പോയൊന്ന് ചോദിക്കാവേ. ചിറ്റ ചോറുണ്ടായിട്ട് അപ്പോൾ ചിറ്റയ്ക്കും എനിക്കുമാണ് വിളമ്പുന്നത്. എന്നാ ചോദിച്ചിട്ട് വരാം. അമ്മേ, ചോറ് വിളമ്പാണോ? എന്നാ കറിയെന്നൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. വലിയായിട്ടൊന്നും വെച്ചിട്ടില്ല. കറി ഇന്ന് സാമ്പാറുണ്ട്. വേണ്ട, സാമ്പാർ എടുത്ത് വെച്ചേക്കുന്നു. ചക്കക്കുരു അതിൻ്റെ ഇച്ചിരി കൂഞ്ഞിലും കൂടെ ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടെ ഒരു തോരൻ വെച്ചു. ചക്കക്കുരു കുഞ്ഞി തോരന്, ചക്കക്കുരു കുഞ്ഞി തോരനുണ്ട്. പിന്നെ വേറെ പ്രത്യേക കറിയൊന്നും ഉണ്ടല്ലോ. പിന്നെ ഉണക്കമീൻ വറുത്തത്, ഉണക്കമീൻ വറുത്തു, പപ്പടം. അബിയും എന്നാ പൊന്നനും കഴിച്ചു. അവയ്ക്ക് വിശക്കെന്നു പറഞ്ഞു. വന്നപ്പോൾ ഇച്ചിരി രാവിലെ വലിയ കഴിപ്പ് ശരിയായില്ല. അവന് വിശക്കെന്ന് പറഞ്ഞാൽ അവന് ചോറ് കൊടുത്തു. പൊന്നൻ പറഞ്ഞു പൊന്നൻ. അന്നേരം കേശു പറഞ്ഞു കേശുവിനും. അവർക്ക് മൂന്നേർക്കും ചോറ് കൊടുത്തു. പിന്നെ ഞാനും ദേവും അനിയത്തിയോട് കഴിക്കാനായിട്ട്. ഇതിപ്പോൾ ദേവുവിന് ധൃതിയായിട്ട് പോകണ്ടേ. അതുകൊണ്ട് ദേവുവിന് ചോറെടുത്തു. ചോറ്, ചക്കക്കുരു കുഞ്ഞി തോരൻ, ഉണക്കമീൻ വറുത്തത്, പപ്പടം, സാമ്പാറിനകത്ത് പിന്നെ തൈരുണ്ട്, മാങ്ങാച്ചാറുണ്ട്. നിങ്ങളുടെ ചോറുണ്ടോ? ഓടി വായോ, ചോറുണ്ണാം.